പൗരനായ ഏതൊരു വ്യക്തിയും 6 മാസത്തിൽ കവിയാതെ വിദേശ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയെത്തുമ്പോൾ 10 കിലോ വരെ സ്വർണം കൈവശം വെക്കാം. എന്നാൽ ഈ സ്വർണം വിമാനത്താവളത്തിലെ കസ്റ്റംസിന്റെ റെയ്ഡ് ചാനലിൽ സ്വമേധയാ അറിയിക്കുകയും 10% ഡ്യൂട്ടി അടയ്ക്കുകയും ചെയ്യണം. ഇത്തരത്തിൽ സ്വമേധയാ വെളിപ്പെടുത്താതെ കൊണ്ടുവരുന്ന സ്വർണത്തെ കള്ളക്കടത്ത് വസ്തുവായാണ് കണക്കാക്കുന്നത്. ഈ സ്വർണം പിടിച്ചെടുക്കാനുള്ള അധികാരം കസ്റ്റംസ് വകുപ്പിനുണ്ട്. ഈ രീതിയിൽ അനധികൃതമായി സ്വർണം കടത്തുന്ന വ്യക്തിക്ക് ആകെ മൂല്യത്തിന്റെ 25% വരെ പിഴയാകും. സ്വർണത്തിന്റെ മൂല്യം ഉയർത്തുന്നതിനനുസരിച്ച് തടവ് അടക്കമുള്ള ശിക്ഷകളും ലഭിക്കും. ഇതായിരുന്നു ഇതുവരെയുള്ള ശിക്ഷാ നടപടികൾ. ഇതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്വർണ്ണക്കടത്ത് ഭയമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ജൂലൈ മാസം നമ്മുടെ നിയമങ്ങൾ മാറിയ സാഹചര്യത്തിൽ സ്വർണ്ണക്കടത്തിൽ തടവ് ശിക്ഷ വരെ ലഭിച്ചേക്കും. സ്വർണ്ണക്കടത്തുകാരെ പിടികൂടാൻ പോലീസിന് വിപുലമായ അധികാരം നൽകി രാജ്യത്ത് വിപുലമായി നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത സംഘടിത കുറ്റങ്ങളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അധികാരം നൽകിയിരിക്കുകയാണ് ഈ പുതിയ നിയമത്തിലൂടെ. ഭാരതീയ ന്യായ സംഹിത പ്രകാരം ആദ്യ കള്ളക്കടത്ത് കേസ് കഴിഞ്ഞ ദിവസം കരിപ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്തുകയും ചെയ്തു. തൃശൂർ സ്വദേശിയായ മുഹമ്മദ് റഷീദ് പി എന്ന 62-കാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയത്. ഇയാളുടെ പാസ്പോർട്ടും പിടിച്ചെടുത്തിട്ടുണ്ട്. കള്ളക്കടത്ത് നടത്തിയ സ്വർണം വിമാനത്താവളത്തിൽ പുറത്തുവെച്ച് പിടിച്ചെടുത്തതിൽ പോലീസിന് നേരത്തെ പരിമിതിയായ അധികാരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. CRPC സെക്ഷൻ 102 പ്രകാരം പോലീസ് സ്വർണം കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കണം. ശേഷം കേസ് കസ്റ്റംസ് റഫർ ചെയ്യും. എന്നാൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 111(1) വിപുലമായ അധികാരങ്ങൾ പോലീസിന് നൽകിയിട്ടുണ്ട്. ഈ വകുപ്പിലെ നിയമവിരുദ്ധ വസ്തുക്കളുടെ കള്ളക്കടത്ത് എന്ന സെക്ഷനാണ് സ്വർണ്ണക്കള്ളക്കടത്തുകാരെ പിടികൂടാൻ പോലീസ് ഉപയോഗിക്കുന്നത്. പിടിയിലാവുന്നവർക്ക് കുറഞ്ഞത് 5 വർഷം വരെ തടവും 5 ലക്ഷം രൂപ പിഴയും ഈ വകുപ്പ് പ്രകാരം ലഭിക്കും. 5 വർഷം തടവ് എന്നത് ജീവപര്യന്തം വരെ നീട്ടാനും വകുപ്പിൽ നിഷ്കർഷിക്കുന്നുണ്ട്. രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് കരിപ്പൂരിൽ വിമാനത്താവളത്തിന് പുറത്തേക്ക് എത്തിയ റഷീദിനെ പരിശോധിച്ചത്. ഇയാളിൽ നിന്നും 964.5 ഗ്രാം സ്വർണം കണ്ടെത്തിയിരുന്നു. ക്യാപ്സൂൾ രൂപത്തിൽ മലദ്വാരത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം കണ്ടെത്തിയത്. സ്വർണ്ണക്കടത്തുകാരെ പിടികൂടാൻ പോലീസിന് വിപുലമായ അധികാരം നൽകി രാജ്യത്ത് പുതുതായി നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത സംഘടിത കുറ്റകൃത്യങ്ങളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അധികാരം നൽകിയിരിക്കുകയാണ് ഈ പുതിയ നിയമത്തിലൂടെ. ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആദ്യ സ്വർണ്ണക്കടത്ത് കേസ് കഴിഞ്ഞ ദിവസം കരിപ്പൂരിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ആളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. സ്വർണ്ണക്കടത്തുകാരെ പിടികൂടാൻ പോലീസിന് വിപുലമായ അധികാരം നൽകി രാജ്യത്ത് പുതുതായി നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത സംഘടിത കുറ്റകൃത്യങ്ങളുടെ വിഭാഗത്തിൽപ്പെടുത്തിയാണ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അധികാരം നൽകിയിരിക്കുന്നത്. ഈയൊരു നിയമത്തിലൂടെ അറസ്റ്റിലാവുന്ന സ്വർണ്ണക്കടത്ത് പ്രതികൾക്ക് പരമാവധി ജീവപര്യന്തം വരെ ശിക്ഷ ലഭിച്ചേക്കാം.